വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പല വിദ്യാർത്ഥികളും പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ടാണ്. മാർച്ച് മാസം 20 മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഇനി ഒരു മാസം, ജസ്റ്റ് 1 month ahead ഓഫ് യുവർ 6th സെമസ്റ്റർ എക്സാമിനേഷൻ. ഒരു മാസമേ ഉള്ളൂ. അതിനിടയിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം? അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. ഇതിനിടയിൽ വർക്കുകൾ, പ്രൊജക്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങളും ഹോണ്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ട്രോമ കണ്ടീഷൻ ആൻഡ് ഹൗ ക്യാൻ വി ഓവർകം സച്ച് സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ്. ഈ പറയുന്ന ട്രോമ, ഹോണ്ടിങ്, നൈറ്റ് മെയേഴ്സ്, ഉറക്കം വരുന്നില്ല, ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒരു പരീക്ഷയ്ക്ക്, ഒരു സെമസ്റ്റർ പരീക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരമായി തന്നെ ബാധിക്കും. ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല നിസ്സാരമായ കാര്യങ്ങളും സാരമായി നമ്മളെ ബാധിക്കാറുണ്ട്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇനിയും നിങ്ങൾക്ക് ഒരു മാസമുണ്ട് പരീക്ഷയ്ക്ക്. പരീക്ഷയുടെ ഒരു റോണർ നോക്കുകയാണെങ്കിൽ അടുപ്പിച്ചുള്ള പരീക്ഷയാണ്. ടെറൻ വ്യത്യാസമുണ്ട്. ലാസ്റ്റ് സെമസ്റ്ററാണ്. ജയിച്ചില്ലെങ്കിൽ ഒരു വർഷം പോവും. ജൂനിയേഴ്സിനൊപ്പം എഴുതേണ്ടി വരും. 3-4 വർഷ ഡിഗ്രി പ്രോഗ്രാം വന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡുണ്ടെങ്കിലും നിങ്ങളോട് പറയാനുള്ളത്, യു ആർ എ ബോൺ വിന്നർ. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. 6ാം സെമസ്റ്റർ എന്ന കടമ്പ ജയിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാകൂ. ചില മാസ്കുകൾ നല്ലതായിരിക്കും. ലേണിംഗ് അൺലേൺ ചെയ്യേണ്ടി വരും. ദെൻ റീലേൺ ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും ആവർത്തിക്കുന്നു, സിലബസ് ഡൗൺലോഡ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, PYQs ചെക്ക് ചെയ്യുക, വേണ്ട തിരുത്തലുകൾക്കായി നിങ്ങളുടെ ടീച്ചേഴ്സിനെ സമീപിക്കുക, മുന്നോട്ട് പോവുക, എഹഡ്. അത്ര തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ജയിക്കും. ജയിക്കാതെ എങ്ങോട്ട് പോകാനാണ്? ഞാനേ ജയിക്കൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ താൻ പാതി ദൈവം പാതി എന്നുള്ള ആ മോട്ടോയും മറന്നു പോകരുത്. ഒരു മാസത്തിൽ അത്ഭുതം നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. 6ാം സെമസ്റ്റർ പരീക്ഷകൾ വർണ്ണാഭമായി അവസാനിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.